ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വലിയ നോമ്പിൻ 18-ാം ദിവസം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം കൃപയിൽ മുതിരുവാനായിട്ടുള്ള കാത്തിരിപ്പ്, വെയിറ്റിംഗ് ടു മച്ചുർ ഇൻ ഗ്രേസ്. ഇന്നത്തെ വിഷയത്തിന് ആധാരമായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. 12 വയസ്സുള്ള ബാലനായ യേശുവിനെയും കൂട്ടി മാതാപിതാക്കൾ യെരൂശലേം ദേവാലയത്തിൽ പോകുന്നതാണ് ഇന്നത്തെ വിഷയത്തിന് ആധാരം. ഇതിലുള്ള വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുടുംബത്തെ തിരുക്കുടുംബമെന്ന് വിശേഷിപ്പിക്കാം. യേശുവോ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. ജീസസ് വാസ് സബ്ജക്റ്റഡ് ടു ഗോഡ് ആൻഡ് ഹിസ് പേരൻസ്. ആ കൃപയിൽ മുതിർന്നു വരുവാനായിട്ടുള്ള കാരണങ്ങൾ ഇപ്രകാരമാണ്. ഒന്നാമതായി, ആരാധനയിൽ മുടക്കം വരുത്താത്ത കുടുംബം, റെഗുലർ പ്രാക്ടീസ് ടു ഗോ ടു ചർച്ച്. നല്ല പതിവുകൾ, ശീലങ്ങൾ സൂക്ഷിച്ചിരുന്ന കുടുംബമായിരുന്നു യേശുവിൻ്റെ കുടുംബം. രണ്ടാമതായി, അയൽക്കാരോടൊത്ത് നീങ്ങുന്ന കുടുംബം. 44-ാം വാക്യം, പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. ടുഡേ there is no living relationships, all are mechanical relationships. കുഞ്ഞുണ്ണി മാഷ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ല ഇന്നൊരു ലോകം. മതിലുകൾ ഉയരുന്നു. മതിൽ എന്നതിൻ്റെ അർത്ഥം മതി ഇതിലെ എന്നാണ്. സിറ്റൗട്ടുകൾ ഇന്ന് നിർമ്മിക്കപ്പെടുന്നു. അതിലൂടെ ആഗ്രഹിക്കുന്നത് പുറത്തിരുന്നാൽ മതി എന്നാണ്. പണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് അയൽ വീടുകളിലേക്ക് നടപ്പാത ഉണ്ടായിരുന്നു. ഇന്ന് അതില്ലാതായിരിക്കും. ഓരോ ഭവനങ്ങളും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. ഈ നോമ്പ് കാലയളവിൽ നോമ്പ് നമ്മോട് പറയുന്നത് ലെൻഡ് ഈസ് എ ടൈം ടു റീബിൽഡ് ദി ഓൾട്ടർ ഓഫ് റിലേഷൻഷിപ്സ്. മൂന്നാമതായി, പിതാവിൻ്റെ ഭവനത്തിലായിരിക്കുന്ന പുത്രൻ. 49-ാം വാക്യം, പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ. താൻ എവിടെ ആയിരിക്കണമെന്ന് ഉത്തമ ബോധ്യമുള്ളവരായിരിക്കണം നാം ഓരോരുത്തരും. 1-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു സംഭവകഥ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. തികഞ്ഞ മദ്യപാനിയായിട്ടുള്ള പിതാവ് ഒരു സന്ധ്യയെങ്കിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് വെളിയിലേക്ക് ഇരുട്ടുള്ള വഴിയിലൂടെ നടന്നു നീങ്ങുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ ഏക മകൻ തൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പിന്തുടരുന്നു. താൻ പോകുന്ന സ്ഥലത്തിൻ്റെ അപകടം മനസ്സിലാക്കി തിരികെ വന്ന് മകനെ തോളിലേറ്റി ഭവനത്തിലേക്ക് മടങ്ങി. അതുകൊണ്ട് നാം നമ്മോട് ചോദിക്കേണ്ടതായിട്ടൊരു ചോദ്യം: നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കാൽപ്പാടുകൾ പിന്തുടർന്നാൽ അവർ എവിടെ എത്തപ്പെടും? A godly parent is a child's best guide to God. നാലാമതായി, മറിയ പറയുകയാണ്, നിന്റെ പിതാവും ഞാൻ. ഇവിടെ ഭർത്താവിനെ ആദ്യം എടുത്തു പറയുക. പരസ്പര ബഹുമാനത്തിന്റെ സൂചനയാണ്. ഒരു സെമിനാരി വിദ്യാർത്ഥി പ്രാക്ടിക്കൽ വർക്കിനായിട്ട് ഒരു പള്ളിയിൽ ചെന്ന സമയത്ത് താൻ താമസിച്ചതായിട്ടുള്ള ഭവനത്തിലെ താമസത്തിന് ശേഷം മടങ്ങി തൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള സമയത്ത് ആ ഭവനത്തിലെ മകൻ ഈ സെമിനാരി വിദ്യാർത്ഥിയോട് ഇപ്രകാരം പറഞ്ഞു: അങ്കിൾ പോകരുത്. കാരണം ഇതുവരെ വീട്ടിൽ സന്തോഷമുണ്ടായിരുന്നു, നാളെ അങ്ങനെയല്ല. പപ്പ മമ്മിയെ കഴിഞ്ഞ ദിവസം വരെ വിളിച്ചത് കേട്ടില്ലേ, ഡാർലിംഗ് എന്നാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല വിളിച്ച് കേൾക്കാറുള്ളത്. കുഞ്ഞുങ്ങൾക്ക് അപ്പനിലും
അമ്മയിലും സ്നേഹവും ബഹുമാനവും ഉണ്ടാകുന്നത് അവർ തമ്മിലുള്ളതായിട്ടുള്ള പരസ്പര ബഹുമാനത്തിലാണ്. അഞ്ചാമതായി ഒരു കടമ നിറവേറ്റുന്നതായിട്ടുള്ള മകൻ. ഇവിടെ വായിക്കുകയാണ്, പിന്നെ അവൻ അവരോടുകൂടെ പുറപ്പെട്ട മസ്തത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയത്. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഭവനത്തിൻ്റെ കൃപയിൽ മുതിർന്ന ജീവിതം. കൃപയിൽ വളരാനായിട്ടുള്ള ദൈവിക അനുഭവങ്ങൾ ആർജിക്കുവാനായിട്ടുള്ള ഒരവസരം കൂടിയാകട്ടെ ഈ വർഷത്തെ നോമ്പാചരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നോമ്പും പ്രാർത്ഥനയും കണ്ട് പഠിക്കട്ടെ. അതിലൂടെ അവർ ഉത്തമ വ്യക്തിത്വങ്ങളായി തീരട്ടെ. അതിന് നമ്മളുടെ ഭവനങ്ങൾ തുണയായി തീരട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.